ഇന്ന് ലോക തൈറോയിഡ് ദിനം. തൈറോയിഡ് തകരാറുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ കൃത്യമായ അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. നിലവിൽ ഇന്ത്യയിൽ ഏകദേശം 42 ദശലക്ഷം ആളുകൾ വിവിധ തരത്തിലുള്ള തൈറോയിഡ് പ്രശ്നങ്ങളുമായി ജീവിക്കുന്നുണ്ടെന്നും ഈ എണ്ണം പ്രതിവർഷം വർദ്ധിച്ചു വരികയാണെന്നും ഇന്ത്യൻ തൈറോയിഡ് സൊസൈറ്റിയുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മനുഷ്യ ശരീരത്തിൽ കഴുത്തിന്റെ മുൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ ചെറിയൊരു ഗ്രന്ഥിയാണിത്. എങ്കിലും ശരീരത്തിലെ മെറ്റാബോളിസവും മറ്റു പ്രധാന പ്രവർത്തനങ്ങളും സുഗമമായി നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമായ തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി ശരിയായി പ്രവർത്തിക്കാതിരുന്നാൽ അത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. സാധാരണക്കാരെ പോലെ തന്നെ ഗർഭകാലത്ത് സ്ത്രീകളിൽ തൈറോയിഡ് ഹോർമോണുകളുടെ പങ്ക് വളരെ വലുതാണ്. ഗർഭസ്ഥ ശിശുവിന്റെ ഒപ്റ്റിമൽ വികാസത്തിനും പ്രത്യേകിച്ച് നാഡീവ്യവസ്ഥയുടെ ശരിയായ വളർച്ചയ്ക്കും അമ്മയുടെ തൈറോയിഡ് ആരോഗ്യം ഒരു പ്രധാന ഘടകമാണ്. ഗർഭകാലത്ത് പ്രത്യേകിച്ച് കുഞ്ഞിന്റെ തൈറോയിഡ് ഗ്രന്ഥി പൂർണ്ണമായി വികസിച്ചിട്ടില്ലാത്ത ആദ്യ 3 മാസത്തിൽ കുഞ്ഞ് പൂർണ്ണമായും അമ്മയുടെ ഹോർമോണുകളെയാണ് ആശ്രയിക്കുന്നത്. ഈ ഘട്ടത്തിൽ അമ്മയിൽ തൈറോയിഡ് ഹോർമോണുകളുടെ അളവ് കുറയുകയും അത് കൃത്യമായി നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്താൽ കുട്ടികളിൽ ഓട്ടിസം പോലുള്ള പെരുമാറ്റ വളർച്ചാ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് മുംബൈ സൈഫി ഹോസ്പിറ്റലിലെ പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ഷെഹില ഷെയ്ഖ് പറയുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മാതൃ ഹൈപ്പോതൈറോയിഡിസവും കുട്ടികളിലെ ഓട്ടിസവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഗർഭപിണ്ഡത്തിന്റെ തലച്ചോറ് പക്വത പ്രാപിക്കുന്ന നിർണായക കാലഘട്ടങ്ങളിൽ തൈറോയിഡ് ഹോർമോണുകളുടെ അപര്യാപ്തത കുട്ടികളിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. ഗർഭകാലത്ത് ഓരോ 3 മാസത്തിലും ശരീരത്തിന് ആവശ്യമായ ഹോർമോണിന്റെ അളവ് വ്യത്യാസപ്പെടാം. അതുകൊണ്ട് തന്നെ അമ്മയുടെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെയും മികച്ച ആരോഗ്യത്തിനായി തൈറോയിഡ് ഉത്തേജക ഹോർമോൺ പരിശോധന കൃത്യമായ ഇടവേളകളിൽ നടത്തുകയും ഹോർമോൺ അളവ് കൃത്യമായ പരിധിയിൽ നിലനിർത്തുകയും വേണം. കൃത്യമായ പരിശോധനകളിലൂടെയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവുമുള്ള ചികിത്സയിലൂടെയും ഈ അപകട സാധ്യതകൾ ഒരു പരിധിവരെ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും.